നയൻത് സ്റ്റാൻഡേർഡ് ജോഗ്രഫി ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിന് നെറുകയിൽ എന്ന പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദ വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ചസ് ഫ്രം ദ ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അപ് ടു ദ കാളി റിവർ വാലി ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഉത്തരാഖണ്ഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ: കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദീ താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്ന് മേഖലകളാക്കി തിരിക്കാം. ഫസ്റ്റ് വൺ, കാശ്മീർ ഹിമാലയ. ദ കാശ്മീർ ഹിമാലയ വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ നിയർലി 3.5 lakh square kilometer in Jammu and Kashmir and Ladakh region is roughly 700 km long and 500 km wide. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. The important mountains ranges of Kashmir Himalayas containing snow-covered peaks, valleys and hill ranges are the Karakoram, Saskar, Ladakh and Pir Panchal. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ. മൗണ്ട് കെറ്റു or Godwin Austen, the second highest peak in the world, is situated in the Karakoram range. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾട്ടോറോ are the important glaciers of the region. These glaciers help the river Indus and the tributaries such as Ravi, Jhelum and Chenab have a luxuriant water flow throughout the year. സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷകനദികളായിട്ടുള്ള രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്കിന് അല്ലെങ്കിൽ ജലസാന്നിധ്യത്തിന് കാരണം ഈ ഹിമാനികളാണ്. പാസസ് ആർ കണക്റ്റിംഗ് ദ മൗണ്ടെയ്ൻസ്. എക്സാമ്പിൾ, ബാനിഹാൽ പാസ്. ചുരങ്ങൾ വഴിയാണ് പർവ്വതങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ഉദാഹരണമാണ് ബനിഹാൽ പാസ്. Numerous freshwater lakes in the Kashmir Himalaya and Dal Lake is important among them. Srinagar is situated on the banks of this lake. It is an important tourist and commercial center too. The shikara, boat and floating markets are the hallmarks of Kashmir tourism. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ധാൽ. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ധാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. ദിസ് ഈസ് എ ശിഖാര ബോട്ട്. ധാൽ തടാകത്തിലെ ശിഖാര തോണികളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മാർഗ്സ് ആർ ദ മീഡോസ് ഫോംഡ് അലോങ് ദ മൗണ്ടെയ്ൻസ് സ്ലോപ്സ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ. ആസ് ദീസ് മാർഗ്സ് ഗെറ്റ്സ് കവേർഡ് അണ്ടർ സ്നോ ഡ്യൂറിംഗ് വിൻ്റർ, ദ റീജിയൻ അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ ദ വിൻ്റർ ഗെയിംസ് സച്ച് എസ് സ്കീയിങ്. സോൺമാർഗ് ആൻഡ് ഗുൽമാർഗ് ആർ എക്സാമ്പിൾ. പർവ്വതച്ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞുമൂടപ്പെട്ട മർഗുകൾ. സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്. സെക്കൻഡ് വൺ, ഹിമാചൽ ഹിമാലയ. ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. Chenab, Ravi and Beas are the important rivers in this mountainous region. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാചൽ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ്
ചിനാബ്, രവി, ബിയാസ് എന്നിവ. Dhauladhar and Pirpanjal and mountain ranges in this region. Several freshwater lakes like Chandrathal and Surajtal are found in these mountain ranges. Baralajla Pass, the connect to Himachal Pradesh with Ladakh and Rohtang Pass and connect Kulu Valley with the Lahul and Spiti valleys are the important passes in the Himalaya. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാധർ, പീർ പഞ്ചാൽ എന്നിവ. പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ്താൽ എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ചാല ചുരവും കുളു താഴ്വരയിലെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാലയത്തിൻ്റെ പ്രധാന ചുരങ്ങൾ. Beautiful valleys such as Kulu, Kagra and Lahul and tourist centers such as Shimla and Manali attract numerous tourists. In these places where snowfall and mild winters are experienced, hot spring can also be seen at a few places. Kulu, Kagra, Lahul തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസകേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂടുനീരുറവകൾ കാണപ്പെടുന്നുമുണ്ട്. തേർഡ് വൺ, ഉത്തരാഖണ്ഡ് ഹിമാലയ. The Uttarakhand Himalaya is part of Himalayas which extends from the river Satluj to river Kali. Its western side is known as Gadwal Himalaya and eastern side is known as Kumaon Himalayas. സത്ലജ് നദി മുതൽ കാളിന്തി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയമെന്നും അറിയപ്പെടുന്നു. Several high peaks such as Nanda Devi, Kamet, Badrinath, Kedarnath, etc. are situated in the Uttarakhand Himalaya. നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. The Gangotri and Yamunotri glaciers from the rivers Ganga and Yamuna originate and freshwater lakes such as Nainital and Bhimtal are also situated in this region. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. The flat valleys seen between the lesser Himalayas and the Shivaliks and ranges are dunes. Dehradun in the Uttarakhand state is famous among these. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. The alpine summer meadows along the higher altitude mountain slopes of these regions are called boreals. The boreals, when get berries under snow during winter, is made use for winter tourism in many areas. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തി വരുന്നു. എക്സാമ്പിൾ, ഡയാര ബുഗ്യാൽ, ഗോർസോൽ ബുഗ്യാൽ. ഉദാഹരണത്തിന് ഡയാര ബുഗ്യാലും ഡോർസോൽ ബുഗ്യാലുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. ബുഗ്യാൽ ആൻഡ് ഷെപ്പേർഡ്. The meadows in the Himalayas found between 3000 to 4500 meters are called boreals in the Gadwal region. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ
മേഖലയിൽ ബുഗ്യാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിൻ്റെ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നത്. Bugals remains under snow during winter. When the snow melts away in the summer, bugals are transformed into green meadows. The shepherd reach the meadows from the dry valleys with their herd during the summer season. Leaving their dry valleys, they make temporary camping shed and live along with their livestock in the luxuriant green bugals. With the advent of winter, they leave these hills and the valleys until in the next season. This season, migration along with their domestic animals from the one grazing ground to another is known the transhumance. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന ബഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ എന്താവുന്നു? അതൊരു പുൽമേടായി മാറുന്നു, ഒരു പുൽമേടുള്ള ഒരു കുന്നായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലുകളിലേക്ക് എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുകയാണ് ചെയ്യുന്നത്. താൽക്കാലിക പാർപ്പിട വാസസ്ഥലങ്ങളായിട്ട് ഈ ബുഗ്യാലുകളെ ആട്ടിടയന്മാർ ഉപയോഗപ്പെടുത്തുന്നു. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പാഠഭാഗത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത 2 എപ്പിസോഡോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ പൂർണ്ണമാകുന്നതായിരിക്കും. നിങ്ങൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക, കേൾക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.